നമ്മളെവിടെ പോകുന്നതെന്നറിയാം. ഇന്ന് 21ാമത്തെ ഇഫ്താറാണ്. നമ്മുടെ ഇന്നത്തെ ഇഫ്താർ തമിഴ് അസോസിയേഷൻ്റെ കൂടെയാണ്, ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ചിട്ട്. ഇപ്പം സമയം എത്രയായി? 5 മണി. എത്ര? 5:20. 5:20 5:55 ഇന്നത്തെ നോമ്പ് തുറ. 55 മീൻ 5:55 മേക്കപ്പ് കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങള് എൻ്റെ അമ്മ മേക്കപ്പ് കഴിഞ്ഞു. ഇവിടെ അച്ഛൻ ഇതുവരെ മേക്കപ്പ് കഴിഞ്ഞില്ല. അച്ഛനാണ് സാധാരണ അങ്ങനെയല്ലല്ലോ ആവേണ്ടത്. അതെ, സാധാരണ പെണ്ണുങ്ങളാ അല്ലേ? ആദ്യം സ്റ്റാർട്ട് ചെയ്താല അച്ഛൻ. മേക്കപ്പ് കഴിഞ്ഞില്ല, പൂട്ടി. ഫൈനലി കഴിഞ്ഞോ മേക്കപ്പ്? പിന്നെ അടിപൊളി. ഞാനൊക്കെ സോക്സ് ഇട്ടിട്ട് ആ ചെരുപ്പാണ് ഇടുന്നത്. സിഗ്മ സിഗ്മ ബോയ് സിഗ്മ ബോയ്. അയ്യോ, ഇതെന്റെ ബാഗാന്ന്. അതെപ്പോഴാ? സുരേഷിന് അറിയത്തില്ല ഈ ബാഗ് ആരാ വാങ്ങിച്ചതെന്ന്. ആരുടെ ബാഗ്? ആർക്കായി ബാഗ് ചേരുന്നത്? കണ്ടോ, ഞാൻ എന്ത് സാധനം മേടിച്ചാലും ഇവിടെ അടിച്ചു മാറ്റും അത്. ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ അണ്ണൈ തമിഴ് മன்றம் എന്ന തമിഴ് അസോസിയേഷൻ്റെ കൂടെയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ചിട്ടായിരുന്നു നടത്തിയിരുന്നത്. ഞങ്ങളൊരു 5:20 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു പോയാൽ മതിയേ. അപ്പോൾ അവിടെ നല്ലൊരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ക്ലബ്ബിൻ്റെ ഔട്ട്ഡോർ വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടുണ്ടല്ലോ, നമുക്കിങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ടേബിളൊക്കെ ഇട്ടിട്ട് ഓരോ ബോക്സും ജ്യൂസും വെള്ളവും കൂടെ ഒരു ആദ്യം നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ആയിരുന്നു. 5 മണിയായപ്പോഴത്തേക്ക് ഒഫീഷ്യൽ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് പ്രസംഗം കാര്യങ്ങൾ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൃത്യം ബാങ്ക് വിളിച്ച സമയത്ത് തന്നെ നോമ്പ് തുറന്നു. നമ്മുടെ യൂട്യൂബേഴ്സ് ഫാമിലിയിലെ നിസാർ ഷായും അജിത്തും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു ഇരുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ കുറേ ഫുഡ് ഐറ്റംസ് എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ 2 പാത്രങ്ങളിലായിട്ട്, ഒന്നിൽ മസാലക്കഞ്ഞിയും ഒന്നിൽ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബിസ്ക്കറ്റ്, കേക്ക്, പിന്നെ ഒരു പേപ്പർ ബോക്സിൽ കുറച്ച് സ്നാക്സൊക്കെ, അതിൻ്റെ കൂടെ കുറച്ച് ഡേറ്റ്സ് ഉണ്ടായിരുന്നു. പരിപ്പ് വട, സമൂസ, അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ മസാലക്കഞ്ഞി ആദ്യമായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ മസാലക്കഞ്ഞി നമ്മൾ കഴിക്കാൻ നേരത്തെ അതിൻ്റെ കൂട്ടത്തിൽ സമൂസ എടുത്തിട്ട് അങ്ങനെ കഴിക്കാനായിട്ട് അവരെനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. ഇപ്പോൾ നിസാഷയൊക്കെയാണ് പറഞ്ഞു തന്നത്, അത് അങ്ങനെ കഴിക്കും മിക്സ് ചെയ്തിട്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. നല്ലൊരു സംഭവം കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ബസ്മതി റൈസ് ആണെന്ന് തോന്നുന്നു. നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കുറേ മസാലകളെല്ലാം അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നോൺ വെജ് ഐറ്റംസ് എന്തൊക്കെയോ ഉണ്ട്. ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, മസാലക്കഞ്ഞിയും സമൂസ എല്ലാം കൂടെ കഴിക്കുന്നത്. അതൊക്കെ കഴിച്ചപ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ളായി. പിന്നെയാണ് മെയിൻ കോഴ്സ് വന്നത്. ബാക്കി ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് പാഴ്സലാക്കി അവർ തന്നു വിടുമായിരുന്നേ. ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ടൊരു ഓർഡർ അനുസരിച്ചിട്ട് എല്ലാം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ടീമിൻ്റെ ഒരു വിജയം കൂടിയാണ്. കാരണം നമ്മൾ കഴിഞ്ഞിടെ തന്നെ ഒരു ചെറിയൊരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ നമുക്കറിയാം എത്രമാത്രം ടെൻഷൻ എടുത്തിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വലിയ വലിയ പ്രോഗ്രാംസൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ടീമിൻ്റെ വർക്കുണ്ടല്ലോ, അതൊരു പ്രത്യേകം എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അറിയാം നമുക്ക് അത് സക്സസ് ആകുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതുപോലെ നല്ലൊരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ആന്തലൂസ് ഗാർഡനിൽ കയറി ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് കണ്ടോ ഇവിടെ കുറേ പൂക്കളുണ്ട്. അപ്പോൾ സുരേഷിനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. പക്ഷേ അത്ര ക്ലിയർ ആയില്ല, രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇനി പകൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ വേണം. നല്ല രസം കേട്ടോ, ആ ഒരു കുറേ മഞ്ഞ പൂക്കളിങ്ങനെ നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. വീട്ടിലെത്തിയിട്ട് പിന്നെ ഉടനെ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ വെള്ളിയാഴ്ചയും കൂടിയായിരുന്നു. ഞങ്ങൾ വ്യാഴവും വെള്ളിയൊക്കെ ഒത്തിരി ലേറ്റായിട്ട് ഉറങ്ങാറുള്ളൂ. ഏകദേശം ഒരു 12:30 1 മണിയൊക്കെ ആവും. അതുവരെ എന്തെങ്കിലും സിനിമയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കും. 2 ദിവസം ഹോളിഡേ ഉണ്ടല്ലോ, പിന്നെ എല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ നമ്മളെപ്പോഴും 3 ബിരിയാണി വാങ്ങിക്കാറില്ല, 2 ബിരിയാണി നമ്മൾ 3 പേരും കൂടെ കഴിക്കാറുള്ളൂ. അപ്പോൾ പിന്നെ ഒരെണ്ണം എക്സ്ട്രയാണ്. പിന്നെ ഒരെണ്ണം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. എനിക്ക് തോന്നുന്നു തലപ്പാക്കട്ടി ബിരിയാണി ആയിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ എനിക്ക് ബിരിയാണി അത്ര ഇഷ്ടമില്ലാത്തതാണ്, എന്നാലും എനിക്ക് ചോറിലൊക്കെ നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ചുകൊണ്ട് കുറച്ച് സ്പൈസിയും കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ചിക്കൻ 2 ടൈപ്പ് ഉണ്ടായിരുന്നു, ഫ്രൈ ചെയ്തതും ഉണ്ടായിരുന്നു, നോർമൽ കുക്ക് ചെയ്തതും ഉണ്ടായിരുന്നു. ഒരു നോർമൽ കുക്ക് ചെയ്തതിൽ അങ്ങനെ മസാലയൊന്നും പിടിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. സുരേഷാണ് ഇതിനേക്കാൾ കുറച്ചുകൂടി ഇഷ്ടം മറ്റേ നമ്മുടെ മലയാളി
മലയാളി ബിരിയാണി മലയാളി സ്റ്റൈലിലുള്ള ബിരിയാണിയാണ്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് തമിഴ് സ്റ്റൈലിൻ്റെ ഒരു നോമ്പുതുറ കൂടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഇതൊക്കെ ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ? കാരണം നമ്മൾ നാട്ടിലായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള ചാൻസസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ ഈ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ പോലും ഒരു ലക്കായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.